നല്ല ഐസായി കിടക്കുവാണ്. എത്രത്തോളം നടക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നടന്നു നോക്കാം. അതാണ് കാണുന്ന കാഴ്ച. തിന്നുന്നുണ്ട്. ഇത്തവണ നല്ല വെയിലും കൂടെ ഉണ്ട്, അതാണ് ഏറ്റവും രസം. നല്ല വെയിലും -2 ഡിഗ്രി. റോഡൊക്കെ ക്ലിയർ ആക്കി. എല്ലാ വള്ളിക്കൂടെയൊക്കെ ഇങ്ങനെ ഐസ് കിടപ്പുണ്ട്. ഉണ്ടോ? മൊത്തം ഐസ് വീണ് ഇന്നലെ കിടക്കണത് കാണും. ഇതിലൊക്കെ ആളുകൾ ചവിട്ടി ഐസ് ഉറച്ചു പോയിട്ടുണ്ട്. ഫുൾ ഐസ്, വഴി മുഴുവൻ ഐസ്. ഒരു പാർക്കാണ്. ആ പാർക്കിൻ്റെ അകത്ത് ഫുൾ ഐസ് വീണ് റോഡൊക്കെ നല്ല മിനുമിനാന്ന് കിടക്കുക. എൻ്റെ ഷൂവിൻ്റെ അടിയിൽ ഐസ് പിടിച്ചിട്ട് മിക്കവാറും തെന്നാനുള്ള സാധ്യതയായിട്ടുണ്ട്. -2 ഡിഗ്രിയും വെയിലും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്രത്യേക സൈസ് കാലാവസ്ഥ. വെയിലുള്ളത് കൊണ്ട് സുഖമാണ്, നല്ല ജാക്കറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടക്കാം. കുളത്തിലെ വെള്ളം ഐസായിട്ടില്ല, പക്ഷെ ഇവിടെ കിടക്കണ മൊത്തം ഐസായി. ഇലയൊക്കെ പപ്പടം പോലെ ഇരിക്കണേ, ഐസായിട്ട് ചവിട്ടുമ്പോൾ പപ്പടം പൊടിയും പോലെ ഇല പൊടിയണത് ഉണ്ടോ ചെടികളുടെ മുകളിൽ കൂടെയൊക്കെ. ഇത് വെള്ളം കെട്ടിക്കിടന്നൊരു സംഭവമാണ്, അത് ഐസായിട്ട് ഇതാക്കണം കേട്ടോ. ഉണ്ടോ കട്ട പൊടിയും പോലെ പൊടിയാണ്, വെള്ളമാണത്. ചെളിവെള്ളം കിടന്നത്, ചെളിവെള്ളം ഐസായിട്ട് പൊട്ടി കിടക്കണേക്കാണ്. വെള്ളം കുറച്ച് ദൂരം കൂടെ നടക്കാമെന്ന് വെച്ചു. നല്ല രസമാണ്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുത്ത ഇതും വെയിലും കൂടെ കൂടിയിട്ട് ഉള്ളൊരു കാലാവസ്ഥയെ കൊണ്ട് തണുപ്പ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. ഈ കിളികളൊക്കെ ഐസിൻ്റെ മുകളിൽ നിൽക്കണ കാണുന്നത്, വെള്ളത്തിൻ്റെ മുകളിൽ സ്റ്റാൻഡായിട്ട് നിൽക്കണുണ്ടോ? അതെല്ലാം ഐസ് പാളിയാണ് ആ മുകളിൽ കാണുന്നത്, അതിൻ്റെ മുകളിൽ കിളികൾ നിൽക്കണതാണത്. നല്ല വെയിലുള്ളത് കൊണ്ട് നമുക്ക് അതിലിങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്.
കുറച്ച് നേരം ഞാൻ പാർക്കിൻ്റെ ഫുട്പാത്തിൽ കൂടെ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പം 1-2 ഡ്രോൺ ഫുട്ടേജ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഡ്രോൺ അങ്ങ് പറത്തി വിട്ട് നോക്കി. എങ്ങനെയുണ്ട് മഞ്ഞ് വീണ് കിടക്കുന്നതിൻ്റെ ആകാശ കാഴ്ച എന്നറിയണമല്ലോ. (1908) ഓപ്പൺ ചെയ്തൊരു പാർക്കാണിത്. ഏകദേശം 21 ഹെക്ടർ സ്ഥലമുണ്ട് ഈ പാർക്ക്. ഞാനിപ്പോൾ ഈ നടക്കുന്ന ഭാഗം മുഴുവൻ പുല്ലാണ്. ആ പുല്ലിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞ് വീണ് വൈറ്റ് കളറായി കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഫുൾ ഗ്രീനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ശരിക്കും നോർമൽ ഡേയ്സിൽ ഇതൊരു കിഡ്സ് പ്ലേ ഏരിയയാണ്. നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ടേക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ടൺസ്റ്റണിലെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളുടെ മുകളിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. മഞ്ഞിലൂടെയുള്ള നടപ്പ് നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ തണുപ്പ് കൂടുമ്പോൾ നല്ല പാടുമാണ്. കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് താഴെ ചെറിയ ചെറിയ ഡോട്ട് പോലെ കാണുന്നതെല്ലാം ഓരോ കല്ലറകളാണ്. കല്ലറയുടെ പേരെഴുതി വെച്ചേക്കുന്ന ഭാഗം മാത്രം പയ്യെ പയ്യെ മുകളിൽ പൊങ്ങി നിൽക്കുന്നതും ബാക്കി ഭാഗമെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏകദേശം 1830 പണിതായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും തന്നെ ഇതുപോലെ 100, 150, 200 വർഷമൊക്കെ ഏറ്റവും കുറഞ്ഞത് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. കുറച്ച് നേരം അതിൽ നടന്നു കഴിഞ്ഞപ്പോഴേക്കും കൈയും കാലൊക്കെ മരച്ചു തുടങ്ങി. അപ്പോൾ ഈ പരിപാടികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ടും കൊതി തീരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് അതിനകത്തെല്ലാം. നിങ്ങൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ഈ മഞ്ഞും ഈ സൺലൈറ്റും ഇതെല്ലാം കൂടെ കൂടി വരുന്നൊരു കളർ കോമ്പിനേഷൻ ഭയങ്കര അട്രാക്റ്റീവാണ്. അങ്ങനെ ഞാനും അതിൽ നടന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് സീനറികളുടെ എല്ലാം ഫോട്ടോ നന്നായി എടുത്തതിന് ശേഷം കൈയൊക്കെ മരച്ചു തുടങ്ങിയത് കൊണ്ട് പതിയെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ തുടർന്നുള്ള കുറച്ച് എപ്പിസോഡുകളും കുറച്ച് വീഡിയോസും ഡ്രോൺ ഫുട്ടേജും എല്ലാം ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് 2 ദിവസത്തെ മഞ്ഞ് വീഴ്ച കണ്ടുണ്ടായിരിക്കുന്ന സംഭവങ്ങളും ഞങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ. പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുമാണ്. ഇത് എൻജോയ് ചെയ്യുന്നവർക്ക് ഇതൊരു എൻജോയ്മെൻറ്റുമാണ്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.